ഗുരുവായൂർ ക്ഷേത്രത്തിലെ കളഭത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാലേ. ഈ കളഭവും ഭഗവാനും തമ്മിലൊരു ബന്ധമുണ്ട്. ആ കഥയാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ ഭഗവാനെ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കുളിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് അണിയിച്ചൊരുക്കും യശോദാമ്മ. ഭംഗിയുള്ള പട്ടുവസ്ത്രങ്ങളൊക്കെ അണിയിച്ചു കൊടുക്കും, ആടയാഭരണങ്ങളൊക്കെ അണിയും, നിറകിൽ മയിൽപ്പീലിയൊക്കെ ചൂടും. അങ്ങനെ സുന്ദരനാക്കിയിട്ടാണ് ഭഗവാൻ കളിക്കാനായിട്ട് പോകുക. അങ്ങനെ കളിക്കാനായിട്ട് കാട്ടിലെത്തുമ്പോഴും അവിടെയും കുറേ പേര് കുട്ടികൾ ഭഗവാനെ അണിയിച്ചൊരുക്കാറുണ്ട് കേട്ടോ. കാട്ടുവള്ളികളും പൂക്കളൊക്കെ ഉണ്ട്, അതുകൊണ്ടൊക്കെ മാലയൊക്കെ കുറത്തിട്ട് അതേപോലെ തന്നെ കല്ലുകളൊക്കെ ഉരച്ചിട്ട് ആ ചായയൊക്കെ മുഖത്ത് തേച്ചിട്ട് സുന്ദരനാക്കും പിന്നെയും. അപ്പൊ അതെല്ലാം ഭഗവാന് നല്ല ഇഷ്ടം. അലങ്കാരപ്രിയരാണല്ലോ നമ്മുടെ ഭഗവാൻ. അങ്ങനെ വൃന്ദാവനത്തിലുള്ളതുപോലെ തന്നെ ഭഗവാൻ മധുരയിലെത്തിയപ്പോഴും അവിടെയും ഭഗവാനെ അലങ്കരിക്കാനായിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു. ഭഗവാൻ ഇങ്ങനെ ആ മധുരയിലെ രാജവീതികളിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പലരും ഭഗവാനെ കാണാനായിട്ട് സന്തോഷം കൊണ്ട് അടുത്ത് വരുന്നുണ്ട്, പല സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. ഭഗവാന് പട്ടുവസ്ത്രങ്ങൾ ലഭിച്ചു. അതെല്ലാം പാകത്തിനാക്കുന്ന ഒരു തുന്നൽക്കാരൻ ഉണ്ടായിരുന്നു, അവരെ അനുഗ്രഹിച്ചു. പിന്നെ ഒരു മാലാക്കാരൻ വന്നിട്ട് മാല ഉണ്ടാക്കി കൊടുത്തു. പൂക്കൾ കൊണ്ടും പിന്നെ മുത്തുകൾ കൊണ്ടും ഒക്കെ അദ്ദേഹം മാല എണീച്ചു കൊടുക്കുന്നുണ്ട് ഭഗവാനെ. അങ്ങനെ ഭംഗിയില തിളങ്ങുന്ന പട്ടുകുപ്പായും മാലയൊക്കെ ഇങ്ങനെ അണിഞ്ഞു പോകുമ്പോഴാണ് ഒരു കൂനുള്ള ഒരു സ്ത്രീനെ കാണുന്നത്. കുബ്ജ എന്നാണ് കേട്ടോ വിളിക്കുക. അവർക്ക് 3 വളവുകൾ ഉണ്ടെന്ന്. അവരെ കണ്ടപ്പോൾ ഭഗവാൻ ഹേ സുന്ദരി എന്ന് വിളിച്ചു. അപ്പൊ ഇവര് തിരിഞ്ഞു നോക്കിയില്ല, കാരണം തന്റെ അമ്മ പോലും തന്നെ സുന്ദരി എന്ന് വിളിച്ചിട്ടില്ല. അങ്ങനെ ഭഗവാൻ ഹേ സുന്ദരി എന്ന് പിന്നെയും വിളിച്ചു. അപ്പൊ തിരിഞ്ഞു നോക്കിയപ്പോൾ സുന്ദരനായിട്ട്, അതിസുന്ദരനായിട്ട് നമ്മുടെ ഭഗവാനെ കാണുന്നു. അപ്പോൾ ഹേ സുന്ദരാന്ന് അവരും തിരികെ വിളിച്ചു. അപ്പൊ എന്താ കയ്യിലെന്ന് ചോദിച്ചു ഭഗവാൻ അവരടുത്ത്. അപ്പൊ പറഞ്ഞു കംസന് കൊണ്ടുപോകാനുള്ള കുറിക്കൂട്ടുകളാണ്, പ്രത്യേക സുഗന്ധദ്രവ്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു കുറിക്കൂട്ടാണ്. അപ്പൊ അതെനിക്ക് തരുമോ എന്ന് ചോദിച്ചു. കാരണം ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇനി കുറച്ച് ഭാഗം അലങ്കരിക്കാനായിട്ടാണ് ബാക്കിയുള്ളത്. അപ്പോൾ അത് ചോദിക്കേണ്ട ഈ കുബ്ജയുടെ അടുത്തേ. അപ്പോൾ അവരത് കൊടുത്തു. എന്നിട്ട് പട്ടിനൊത്ത പൊട്ട്, ഭഗവാന് മഞ്ഞപ്പട്ടാണല്ലോ, അപ്പോൾ മഞ്ഞ പൊട്ട് തൊട്ട് കൊടുത്തു. ബലരാമേട്ടന് നീലപ്പട്ടായതുകൊണ്ട് നീല പൊട്ട് തൊട്ട് കൊടുത്തു. അപ്പോൾ അവരാണ് ഇത്ര ഈ പട്ടിനൊത്ത പൊട്ട്, നമ്മൾ മാച്ചായിട്ട് പൊട്ടൊക്കെ ഇടില്ലോ, അത് ആദ്യം കണ്ടുപിടിച്ചത്. അങ്ങനെ അവരുടെ ചെയ്ത ആ ഒരു പ്രവൃത്തി കണ്ടിട്ട് ഭഗവാന് സന്തോഷമായിട്ട് അവരെ അനുഗ്രഹിക്കുന്നുണ്ട്. ഭഗവാൻ അവരുടെ കാലിങ്ങനെ ചവിട്ടി പിടിച്ചിട്ട് ഇനി താടിക്ക് ഇങ്ങനെ തട്ട് കൊടുക്കുക. അപ്പൊ ഈ 3 വളവുകളും മാറിയിട്ട് അവർ സുന്ദരിയാവുക. അപ്പൊ ഈ തട്ട് കൊടുക്കുന്ന സമയത്ത് ഭഗവാൻ വേദനിക്കുന്നു പറഞ്ഞപ്പോൾ തൊട്ടടുത്ത് ശ്രീരാമാവ് എന്ന് പറയുന്നത് പച്ച നിറത്തിൽ നോക്കിയാൽ മതി, അപ്പൊ വേദനിക്കില്ല എന്ന് നോക്കിയപ്പോൾ മുന്നിലെ മരതൊക്കെ പച്ചയായിട്ട് ഭഗവാൻ നിൽക്കല്ലേ. അപ്പൊ അങ്ങനെ ആ സന്തോഷത്തില് ഭഗവാൻ അവരുടെ കൂനൊക്കെ നിവർത്തി കൊടുത്ത് അതിസുന്ദരിയാക്കി മാറ്റി. അപ്പോൾ അന്ന് കുബ്ജ തയ്യാറാക്കി കൊണ്ടുവന്ന ആ കുറിക്കൂട്ടുണ്ടല്ലോ, അതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കളഭമായിട്ട് പിന്നീട് ഉപയോഗിക്കുന്നത് കേട്ടോ.